ഗാസ ബോർഡ് ഓഫ് പീസിലേക്ക് ഇന്ത്യക്ക് ക്ഷണം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20-ദിന സമാധാന പദ്ധതിയുടെ നടത്തിപ്പിന്റെ ഭാഗമായാണിത്. ഇസ്രയേലുമായും പലസ്തീനുമായും ഒരുപോലെ സൗഹൃദം പുലർത്തുന്ന രാജ്യമെന്ന നിലയിലാണ് ഇന്ത്യക്ക് ക്ഷണം ലഭിച്ചത്. പാകിസ്ഥാനെയും ട്രംപ് ക്ഷണിച്ചിരുന്നുവെങ്കിലും ഇസ്രയേൽ തള്ളിക്കളഞ്ഞതോടെയാണ് ഇന്ത്യയെ രംഗത്തിറക്കാനുള്ള നീക്കം. കൂടുതൽ വിവരങ്ങളുമായി അജയ് സുധാബിജു ചേരുന്നുണ്ട്. അജയ്, ഗുഡ് മോർണിംഗ്. മറ്റേതൊക്കെ രാജ്യങ്ങൾക്കായിരിക്കും ക്ഷണം ലഭിച്ചിട്ടുണ്ടാവുക? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? നിലവിൽ ഇന്ത്യ, പാകിസ്ഥാൻ അടക്കം നിരവധി രാജ്യങ്ങളെ ഈ ബോർഡ് ഓഫ് പീസിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഇതുപോലെ ഖത്തർ, UAE അടക്കം നിരവധി ഗൾഫ് രാജ്യങ്ങൾക്കും ഈ സമിതിയിലേക്ക് ക്ഷണമുണ്ട്. എന്നാൽ ഈ സമിതിയിലുള്ള ക്ഷണം ഔദ്യോഗികമായി അംഗീകരിച്ചുകൊണ്ട് നിലവിൽ വന്നിട്ടുള്ളത് ഹംഗറി, അതുപോലെ തന്നെ UK തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ്. പല രാജ്യങ്ങളും ഈ സമിതിയിലേക്കുള്ള ക്ഷണം നിലവിൽ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിൽ ഇന്ത്യക്ക് ട്രംപ് ഒഫീഷ്യലായിട്ട് തന്നെ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട് ഈ സമാധാന സമിതിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള. അപ്പോൾ ഈ സമാധാന സമിതി ഒരു 3 തലങ്ങളിലുള്ള ഒരു ബോർഡാണ് ട്രംപ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ബോർഡ് ഓഫ് പീസ് ബോർഡിലേക്കാണ് ഇന്ത്യക്ക് ക്ഷണമുള്ളത്. ഇതിൽ ഈ ഒരു ബോർഡിൻ്റെ അധ്യക്ഷൻ ട്രംപ് തന്നെയാണ് സ്വയം അധ്യക്ഷനായി അവരോധിച്ചിട്ടുള്ളത് ഈ സ്ഥാനത്തിലേക്ക്. മറ്റ് ഒരു രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത് UK അടക്കം പല രാജ്യങ്ങളെയും ഈ സമിതിയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നിലവിൽ ഒരു കൺഫേം ആയിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് US-ൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുള്ള മാർക്കോ റൂബിയോ, ട്രംപിൻ്റെ സ്പെഷ്യൽ ഒരു നെഗോഷിയേറ്റർ ആയിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ്, അതുപോലെ ട്രംപിൻ്റെ മരുമകൻ ജെറഡ് കുഷ്നർ, അതുപോലെ UK-യുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ടോണി ബ്ലെയർ അടക്കം നിരവധി കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ഒരു ഈ സ്ഥിരം അംഗങ്ങളായി ഈ ഒരു ബോർഡിലുള്ള ഇപ്പോൾ കൺഫേം ആയിട്ടുള്ള മെമ്പേഴ്സ്. ഇന്ത്യയും പാകിസ്ഥാനും അടക്കം ഈ ബോർഡിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പാകിസ്ഥാൻ്റെ ക്ഷണം ഇപ്പോൾ ഇസ്രായേൽ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല. കാരണം പാകിസ്ഥാൻ, ഖത്തർ, UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങൾ, അതുപോലെ ഇസ്ലാമിക് രാജ്യങ്ങൾ, ഈ രാജ്യങ്ങൾക്ക് പാലസ്തീനോട് ഒരു പാർഷ്യാലിറ്റി ഉണ്ടാകും. അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള നിലപാടുകൾ ഈ പീസ് ബോർഡിൽ നിന്ന് എടുക്കും എന്നുള്ളൊരു ആശങ്ക ഇസ്രായേൽ പ്രകടിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഇസ്രായേലിലുള്ള ഇന്ത്യയുടെ അധ്യക്ഷൻ തന്നെ ഈ ഒരു പാകിസ്ഥാൻ്റെ ഇടപെടൽ ഇസ്രായേൽ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരിട്ട് രംഗത്തെത്തുക വരെ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാനെ ഈ ബോർഡ് ഓഫ് മെമ്പേഴ്സിലേക്ക് ക്ഷണിക്കുന്ന ഒരു നിലപാട് അത് ഇസ്രായേൽ തള്ളിക്കളയാനാണ് സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഈ ബോർഡ് ഓഫ് പീസിലേക്കുള്ള ക്ഷണം അത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. കാരണം ഇന്ത്യ ചരിത്രപരമായി വർഷങ്ങളായി തന്നെ ഇസ്രായേലും അതുപോലെ പാലസ്തീനും 2 രാജ്യങ്ങളുമായി ഒരേപോലെ സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യമാണ്.